ഹായ്, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇന്നൊരു ലേഡീസ് സ്പെഷ്യൽ വീഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ലേഡീസിന് പൊതുവെ ഒരു ചെറിയൊരു പ്രോബ്ലമാണ് ബ്രസ്റ്റ് സാഗിങ് അല്ലേ. അപ്പം ബ്രസ്റ്റ് സാഗിങ് ഉള്ളവർക്ക് സാധാരണ നമ്മൾ എന്ത് ടൈപ്പ് ബ്രാ ഇടണം എന്ന് അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേരുണ്ടാവും അല്ലേ. നമുക്ക് ഡിസ്കംഫേർട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവും, ഏത് ടൈപ്പ് ബ്രാ ചൂസ് ചെയ്യണം. അപ്പം അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഷൈയവേ. ഷൈയവേ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും നല്ല ഒരു അണ്ടർ ഗാർമെൻറ്റ് ബ്രാൻഡായിട്ട് തോന്നിയിട്ടുള്ളതാണ്. ബ്രേസിയേഴ്സ് മാത്രമല്ല, എല്ലാ ടൈപ്പ് അണ്ടർ ഗാർമെൻറ്റ്സും ഷൈയവയിൽ അവൈലബിൾ ആണ്. ഞാനൊരു 2-3 വർഷമായിട്ട് ഷൈയവയുടെ അണ്ടർ ഗാർമെൻറ്റ്സ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. അവരുടെ ബ്രേസിയേഴ്സ് മാത്രമല്ല, പല ടൈപ്പ് നൈറ്റ് വെയർ, ക്യാമിസോൾസ് ഒക്കെ അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റിയാണ്. കാരണം ഞാൻ നേരത്തെ 2 വർഷം മുമ്പേ കാണിച്ച് ആ ബ്രേസിയേഴ്സ് നല്ല ക്വാളിറ്റിയായിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ തക്ക ഒരു പ്രശ്നവും ഇല്ല. നല്ല ക്വാളിറ്റിയായിട്ട് തന്നെ ഇപ്പോഴും യൂസ് ചെയ്യുന്ന സംഭവമാണ് ഈ ഷൈയവേ എന്ന് പറഞ്ഞ ബ്രാൻഡ്. അപ്പം ഈ ബ്രസ്റ്റ് സാഗിങ് ഉള്ളവർക്കൊരു സംശയമാണ്, എന്തുകൊണ്ടാണ് ഈ നമ്മൾ കറക്റ്റ് ബ്രേസേഴ്സ് യൂസ് ചെയ്യാത്തത് കൊണ്ടാണോ ഈ ബ്രസ്റ്റ് സാഗിങ് വരുന്നത് എന്നൊരു ഡൗട്ട് ഉണ്ടാവും അല്ലേ. അങ്ങനെയല്ല കേട്ടോ. ആക്ച്വലി ഈ ബ്രസ്റ്റ് സാഗിങ് സംഭവിക്കുന്നത് നമ്മുടെ ശരീര പ്രകൃതി കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞിട്ട് ബ്രസ്റ്റ് സാഗിങ് വരാം. ഫീഡ് ചെയ്യുന്ന മദേഴ്സ്, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ആ ഒരു ലൈഫ് സ്റ്റൈൽ പ്രോബ്ലം കൊണ്ട് വണ്ണം വെക്കുമ്പോൾ വരാം, അല്ലെങ്കിൽ നമുക്ക് ആ ടിഷ്യൂ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന, അങ്ങനെ സ്മോക്ക് ചെയ്യുന്നവർക്കും വരാം. അങ്ങനെ പല പല ലൈഫ് സ്റ്റൈൽ പ്രോബ്ലം കൊണ്ട് ബ്രസ്റ്റ് സാഗിങ് വരാം. അപ്പം ബ്രസ്റ്റ് സാഗിങ് ഉള്ളവർക്ക് പ്രോപ്പർ ബ്രേസേഴ്സ് യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കറക്റ്റ് ബ്രേസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഡിസ്കംഫേർട്ട് കുറയ്ക്കാൻ പറ്റും. കാരണം ഭയങ്കര ടൈറ്റായിട്ടുള്ള ബ്രേസേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഡിസ്കംഫേർട്ട് ആയിരിക്കും. പിന്നെ ഒരു സ്കിൻ ഇറിറ്റേഷനും അങ്ങനത്തെ പല പ്രോബ്ലം, നമുക്കൊരു സപ്പോർട്ട് കിട്ടും. പിന്നെ കറക്റ്റായിട്ട് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ബ്രേസേഴ്സ് യൂസ് ചെയ്താൽ ആ ഒരു സപ്പോർട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ച് സമാധാനത്തോടെയും ഈസി ആയിട്ടും നമുക്ക് നടക്കാൻ പറ്റും. അപ്പം അതാണ് നമ്മൾ പ്രോപ്പർ ബ്രേസേഴ്സ് ബ്രസ്റ്റ് സാഗിങ് ഉള്ളവർക്ക് സജസ്റ്റ് ചെയ്ത്. അല്ലാതെ അത് ശരിയാക്കാനൊന്നും പറ്റത്തില്ല. ഒരു പരിധി വരെ നമുക്ക് ആ ഒരു ഷേപ്പ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് ആ ഒരു ഡിസ്കംഫേർട്ട് കുറയ്ക്കാൻ പറ്റും. അല്ലാതെ ഒരിക്കലും അത് നേരെ ആക്കാം അല്ലെങ്കിൽ ബ്രസ്റ്റ് സാഗിങ് നമുക്ക് ശരിയാക്കി തരാം എന്നായിരിക്കും പറഞ്ഞാൽ അത് ഒരു ശുദ്ധ മണ്ടത്തരമാണ്. നമുക്കൊരു ഡിസ്കംഫേർട്ട് കുറച്ച് നമുക്കൊരു പ്രോപ്പർ ഷേപ്പാക്കി നമുക്ക് കുറച്ചൊക്കെ ഒന്ന് നേരെയാക്കി നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും, പ്രോപ്പർ ബ്രേസേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പം അതിനാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്ക് ഹെൽപ്ഫുൾ ആവാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. യൂസ് ചെയ്യേണ്ടത് എപ്പോഴും ഫുൾ കവറേജ് ബ്രായാണ്. അതാകുമ്പം ആ കപ്പിനകത്ത് തന്നെ നമ്മുടെ ബ്രസ്റ്റ് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം അങ്ങനെയുള്ളവർ എപ്പോഴും ഈ ബാൽക്കണൈറ്റ് അല്ലെങ്കിൽ ഡെമി കപ്പ് ബ്രാ എന്ന് പറയുന്ന ടൈപ്പ് ബ്രാസ് ആണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ ഒരു റൗണ്ടർ ഒരു ഷേപ്പിൽ ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കുറച്ച് സപ്പോർട്ടും തരുന്ന ഫുൾ കവറേജ് ബ്രായാണ്. പാഡഡ് പുഷപ്പ് ബ്രാ വിത്ത് അണ്ടർവയർ യൂസ് ചെയ്യാം. ആ അണ്ടർവയർ ഉള്ളത് കാരണം തന്നെ ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും. പാഡഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഹെവി പാഡഡ് ഒന്നും അല്ല. നിങ്ങൾക്ക് ഇനി പാഡഡ് വേണ്ട എന്നുണ്ടെങ്കിൽ ആ പാഡഡ് ഇല്ലാത്ത ഒരു അണ്ടർവയർ ബ്രായും യൂസ് ചെയ്യാം. അണ്ടർവയർ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ ഒരു സപ്പോർട്ട് തരാനാണ് കേട്ടോ. ആ ഒരു സപ്പോർട്ട് കിട്ടുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. ഇനിയും ബ്രസ്റ്റ് സാഗിങ് ഉള്ളവർ അവോയ്ഡ് ചെയ്യേണ്ട ടൈപ്പ് ബ്രാസ് എന്ന് വെച്ചാൽ ബ്രാലറ്റ്സ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ബ്രാസ് ഉണ്ട്. അതിങ്ങനെ തിന്നായിട്ടുള്ള ലേസ് മെറ്റീരിയലാണ്, അണ്ടർവയർഡ് അല്ലാത്ത ലേസ് മെറ്റീരിയൽ. പിന്നെ കാമി ബ്രാസ്, അത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇതൊന്നും ഇല്ലാത്ത സ്ട്രാപ്പ് ഒന്നും ഇല്ലാത്ത കാമി ബ്രാസ്. അതപ്പോൾ ഹെവി ബ്രസ്റ്റ് ഉള്ളവർക്ക് ആ സപ്പോർട്ടും അണ്ടർവയർ ഒന്നുമില്ല, അതും നമുക്ക് പൊസിഷനിൽ ഇരിക്കാനൊന്നും ഹെൽപ്പ് ചെയ്യത്തില്ല. അപ്പോൾ അത് ഒക്കെ അവോയ്ഡ് ചെയ്യണം ഈ ഹെവി ബ്രസ്റ്റ്. ഇനിയും ഞാൻ ഷൈയവേയിൽ നിന്ന് മേടിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഹെവി ബ്രസ്റ്റ് ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് നല്ല ക്വാളിറ്റി ബ്രേസിയേഴ്സ് കാണിക്കാം. ഈ ബ്രാൻഡിന്റെ പേര് സൂസി ബ്യൂട്ടി ഫുൾ കപ്പ് ലേസ് പാഡഡ് വയർഡ് ബ്രാ ആണ്. ഒരു ഫാൻസി ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗൗണിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു പുറത്ത് നല്ലൊരു ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്കും ഒരു പാർട്ടി വെയറിൻ്റെ കൂടെ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫുൾ കവറേജ് ആണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ലേസ് വർക്കൊക്കെ ഉണ്ടെങ്കിലും നല്ലൊരു ബ്രൈഡൽ വെയർ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയ നല്ല ഇതാണ്. പിന്നെ നല്ല ഫുള്ളി അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഡിറ്റാച്ചബിൾ മൾട്ടി വേ സ്ട്രാപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ ഫുൾ കവറേജ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല സപ്പോർട്ട് തരും. ഹെവി ബ്രസ്റ്റ് ഉള്ളവർക്കും ബ്രസ്റ്റ് സാഗിങ് ഉള്ളവർക്കും ഒക്കെ നല്ല സപ്പോർട്ടീവായിട്ട് അണ്ടർവയർ ഉള്ളതുകൊണ്ടൊക്കെ നന്നായിട്ട് ഫിറ്റ് ചെയ്തിരിക്കും.
സൂസി ഡസ്കി ഇത് ഓർക്കിഡ് second one. വിത്ത് സാറ്റിൻ നെക്ക് ലൈൻ പാഡഡ് വയർഡ് ബ്രാ. ഇത് ഒരു ലേസ് മെറ്റീരിയൽ വിത്ത് സാറ്റിൻ നെക്ക് ലൈൻ പാഡഡ് ആണ്. അത് പാഡഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഈ നിപ്പിൾ ആ ഒരു അപ്പെക്സ് ഷോ അവോയ്ഡ് ചെയ്യാനാണ്. അപ്പോൾ ഒരു ചെറിയ ഒരു തിൻ പാഡഡേ ഉള്ളൂ, ഭയങ്കര ഒരു സ്റ്റിഫ് പാഡൊന്നും അല്ല. ചിലപ്പോൾ ചില ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് ആ ഒരു നിപ്പിൾ ഇങ്ങനെ ഒരു ബൾജ് ചെയ്തിരിക്കത്തില്ലേ, അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാണ്. പിന്നെ ഫുള്ളി അഡ്ജസ്റ്റബിൾ ആൻഡ് ഡിറ്റാച്ചബിൾ സ്ട്രാപ്സ് ആണ്. മൾട്ടിവേ ആയിട്ട് ഇടുകയും ചെയ്യാം കേട്ടോ, ക്രോസ് ആയിട്ട് ഇടാം. പിന്നെ ആ വയർഡ് ഇതുള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു എൻഹാൻസ്ഡ് സപ്പോർട്ട് തരുകയും ചെയ്യും. ബ്രൈറ്റ് വൈറ്റ് ഫ്ലോറൽ പ്രിന്റ് ഫുൾ സപ്പോർട്ട് എവരിഡേ ബ്രായാണ്. ഫുള്ളി അഡ്ജസ്റ്റബിളും നോൺ ഡിറ്റാച്ചബിൾ സ്ട്രാപ്സും ആണ്. 3/4 കവറേജ് കിട്ടുന്നുണ്ട്. പിന്നെ സീംഡ് നോൺ പാഡഡ് ഡബിൾ ലെയർഡ് കപ്സ് ആണ്. പാഡഡ് അല്ല, പിന്നെ അണ്ടർ വയേർഡും അല്ല. പക്ഷേ ആ ഒരു ഡബിൾ ലെയർഡ് കപ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഫുൾ സപ്പോർട്ട് തരുന്നുണ്ട്. നമുക്ക് എല്ലാ ദിവസവും നമ്മൾക്ക് വീട്ടിൽ ഉപയോഗിക്കാം. നോർമൽ ഡ്രസ്സസിൻ്റെ കൂടെ ഒക്കെ നമുക്ക് നല്ല ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു എവരിഡേ ബ്രായാണിത്. വൈറ്റ് ഫ്രെയിം സീംഡ് വയർ ഫ്രീ എവരിഡേ ബ്രായാണ്. ഇത് 3/4 കവറേജ് തരുന്നുണ്ട്. ഫുള്ളി അഡ്ജസ്റ്റബിൾ നോൺ ഡിറ്റാച്ചബിൾ സ്ട്രാപ്സ് ആണ്. നോൺ പാഡഡും ആണ്, വയർ ഫ്രീ ആണ്. ഇതും നമുക്ക് ഡെയിലി വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എവരിഡേ ബ്രാ. നോർമൽ ഡ്രസ്സസിൻ്റെ കൂടെ സാധാരണ വീട്ടിൽ യൂസിന് പറ്റുന്ന ഹെവി ബ്രസ്റ്റുകാർക്കും ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു നോർമൽ ബ്രായാണ്. 4 ബ്രേസിയേഴ്സ് മേടിച്ചപ്പോഴത്തേക്കും എനിക്ക് 2 പാൻറ്റീസ് ഫ്രീ കിട്ടി. നമ്മുടെ സൈസ് സ്പെസിഫൈ ചെയ്താൽ മതി, അവർ പറയും 2 പാൻറ്റീസ് ഫ്രീ ഉണ്ടെന്നൊക്കെ. ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് കേട്ടോ, ഓരോ സമയത്ത് മേടിക്കുമ്പോഴത്തേക്കും ഓരോ ഓഫേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പം ഓണത്തിൻ്റെ അങ്ങനെ ഒരുപാട് ഓഫേഴ്സ്, ഓരോ മാസം ഓരോ ഓഫേഴ്സ് റണ്ണിങ് ആണ്. ഈ പാൻറ്റീസ് മിക്കപ്പോഴും ഫ്രീ ആയിട്ടുണ്ട്, അല്ലാതെ തന്നെ ഒരുപാട് ഓഫേഴ്സ് അവരുടെ സൈറ്റിൽ റണ്ണിങ് ആയിട്ടുണ്ട്. ഈ ബ്രേസേഴ്സ് മാത്രമല്ല, അല്ലാതെ നൈറ്റ് വെയർസ് അങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങൾ, സ്പോർട്സ് ബ്ര, ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോഴും ഓൺലൈൻ മേടിക്കാനായിട്ട് ആർക്കെങ്കിലും, എനിക്ക് മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2-3 വർഷമായിട്ട് ഈ ഷെയവേയുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ്, ഞാൻ അല്ലാതെ ഷോപ്പിൽ പോയി മേടിക്കാറൊന്നുമില്ല. എന്നിട്ട് ഞാൻ എൻ്റെ കുറച്ച് പ്രായമായ സിസ്റ്റേഴ്സ്, ചേച്ചിമാർക്കൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും അവർക്ക് ഒരു പ്രാവശ്യം ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്തേ. അപ്പോൾ അവർക്കിത് യൂസ് ചെയ്ത് നോക്കിയോ മനസ്സിലായി, നേരത്തെ യൂസ് ചെയ്തിരുന്ന ഈ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന അണ്ടർ ഗാർമെൻറ്റ്സിനെക്കാട്ടിലും എത്ര കംഫർട്ടബിൾ ആണ് ഇതെന്ന്. ഒരു പ്രാവശ്യം ആ കറക്റ്റ് സൈസ്, നമുക്ക് ഒരു പ്രാവശ്യം ആ കറക്റ്റ് സൈസൊക്കെ സെലക്ട് ചെയ്ത് മേടിച്ച് നോക്കുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് എത്ര കംഫർട്ടബിൾ ആയിരുന്നു എന്ന് അവർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഇതൊന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു സംഭവത്തിൽ നിങ്ങളിപ്പോൾ കടയിലൊക്കെ പോയി മേടിക്കുന്ന സാധാരണ ഒരു ബ്രാൻഡിൽ നിന്ന് ഒരു പ്രാവശ്യം ഒന്ന് ചേഞ്ച് ചെയ്ത് മാറ്റി നോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ എത്രത്തോളം കംഫർട്ടബിൾ ആണ് ഇതെന്ന്. ആ അണ്ടർവെയർ എന്നൊക്കെ എല്ലാവരുടെയും ധാരണ, അയ്യോ നമുക്ക് ശ്വാസം മുട്ടത്തില്ല, അങ്ങനെയല്ല. നമ്മുടെ കറക്റ്റ് സൈസിന് എടുക്കുമ്പം അത് കറക്റ്റ് നമുക്കൊരു ഭയങ്കര കംഫർട്ടായിരിക്കും. അല്ല ശ്വാസം മുട്ടൽ അങ്ങനെയൊന്നും അല്ല. ഒത്തിരി പേരോട് കമൻറ്റ് അയച്ച് ചോദിച്ചിട്ടുണ്ട് അണ്ടർവെയർ എടുക്കുമ്പോൾ ഭയങ്കര ശ്വാസം മുട്ടൽ. അങ്ങനെയല്ല, നമ്മുടെ കറക്റ്റ് സൈസിന് അത് സെലക്ട് ചെയ്യണം. ഇപ്പം സൈസ് സെലക്ട് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ അതിൽ സൈസ് കാൽക്കുലേറ്റർ ഉണ്ട്, ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഒന്ന് നിങ്ങളുടെ ഫോണിൽ ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി എങ്ങനെ ഓൺലൈൻ എടുക്കുന്നതും സൈസ് കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഓടിച്ച് കാണിച്ചു. ഷയ്യവയുടെ പേജ് ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ആയിരിക്കും വരിക. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പം നമുക്ക് എന്താ വേണ്ടിയെന്ന് വെച്ചാൽ ജസ്റ്റ് താഴോട്ട് ആക്കുമ്പം ബ്രാ സെലക്ട് ചെയ്യുക. ബ്രാ സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക്, ഞാനിപ്പോൾ ഏതെങ്കിലും താഴോട്ട് പോയി കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ പിങ്ക് സൂസി ബബിൾകം പിങ്ക് ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്യുകയാണ്. സൈസ് ഇപ്പം താഴെ സൈസ് ഗൈഡ് കണ്ടോ, ഇതിപ്പോൾ താഴെ ഒരുപാട് സൈസ് കിടപ്പുണ്ട്. നിങ്ങൾക്ക് സൈസ് സെലക്ട് ചെയ്യാൻ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ആ സൈസ് ഗൈഡിൽ ക്ലിക്ക് ചെയ്യുക. സൈസ് ഗൈഡിനകത്ത് സൈസ് കാൽക്കുലേറ്ററിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ബാൻഡ് സൈസ്, ബെസ്റ്റ് സൈസ് എന്ന് കണ്ടോ. അപ്പം ബാൻഡ് സൈസ് എന്ന് പറഞ്ഞാൽ താഴത്തെ നമ്മുടെ ബ്രസ്റ്റിൻ്റെ തൊട്ടടിയിലത്തെ സൈസ്, ഇവിടുത്തെ സൈസ്, അതാണ് ബാൻഡ് സൈസ്. അതവിടെ എൻ്റർ ചെയ്യുക. ബെസ്റ്റ് സൈസ് എന്ന് പറഞ്ഞാൽ അതാ ഇവിടുത്തെ, അത് ടേപ്പ് വെച്ച് മെഷർ ചെയ്തിട്ട് മുകളിലത്തെ സൈസ്, താഴത്തെ സൈസ്, അത് എൻ്റർ ചെയ്തിട്ട് ഗെറ്റ് മൈ സൈസ് ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈസ് കിട്ടും കേട്ടോ. അപ്പം അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇപ്പം നിങ്ങളുടെ സൈസ് 36 അല്ലെങ്കിൽ 36C ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക.
എന്നിട്ട് ആഡ് ടു കാർട്ട് കൊടുക്കുക. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾ പ്രീപെയ്ഡ് ആയിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ഇൻസ്റ്റൻറ്റ് 5% ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഇവരുടെ ഡെലിവറി ഭയങ്കര ക്വിക്കാണ്. സാധാരണ നമ്മൾ ഓർഡർ ചെയ്ത് ഒത്തിരി ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കും. ഇവരുടെ അങ്ങനെയില്ല. ഒരു 2-3 ദിവസത്തിനകം പെട്ടെന്ന് തന്നെ ഡെലിവറി. ഇവർ പിറ്റേ ദിവസം വിളിച്ചിട്ട് ഇത് തന്നെയല്ലേ നിങ്ങളുടെ സൈസ് ഇതൊക്കെ കൺഫേം ചെയ്തിട്ട് ഒരു 2 ദിവസത്തിനകം പെട്ടെന്ന് തന്നെ ഡെലിവറി കിട്ടും. പിന്നെ ഒരു 10 to 15 ഡേയ്സിനാണെങ്കിൽ എക്സ്ചേഞ്ച് റിട്ടേൺ ഒക്കെ അവൈലബിൾ ആണ്. അതൊന്നും പേടിക്കേണ്ട. അപ്പം പിന്നെ നിഷ 10 എന്നുള്ള കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. നിങ്ങളുടെ ഓർഡർ 1000 rupees എബവ് ആണെങ്കിൽ. എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. എല്ലാം ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക. അണ്ടർ ഗാർമെൻറ്റ്സ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഷൈവേ ഒന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ്. മേടിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ കേട്ടോ, നിർബന്ധിക്കുകയൊന്നുമല്ല. അപ്പം ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.